100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കേണ്ടി വരും എന്നാണ് കെ. സുധാകരൻ, മുതിർന്ന നേതാവ് MP പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം. വാക്കെന്തായാലും നമുക്കറിയാം. ഇത്തവണ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രമേശ് മുഖ്യമന്ത്രിയാകണം എന്ന അഭിപ്രായത്തിൽ കെ. സുധാകരൻ ഉറച്ചു നിൽക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു പാർട്ടിയിൽ ഒരു നേതാവിന്റെ പേര് ഒരു പോസ്റ്റിലേക്ക് പറയുന്നത് അത് ആഗ്രഹം ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ലേ? അത് സ്വാഭാവികമല്ലേ? നമ്മളിപ്പോൾ ആരാണ് നിങ്ങളുടെ നേതാവ്, ആരാണ് നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വരാൻ പോകുന്നത് ചോദിച്ചാൽ ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് രാഹുൽ ഗാന്ധിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് അതനുസരിച്ചിട്ട് അത് നോക്കിക്കോട്ടെ. വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. കടന്നുപോയോ? വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. രാഷ്ട്രീയ അദ്ദേഹം അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് നമ്മളെല്ലാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, അദ്ദേഹം ഇത് സംഭവിച്ചാൽ അദ്ദേഹം പോണ്ടേ? പോണം. അത് പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസത്തിന് കൊണ്ടുവരുമല്ലോ സ്വാഭാവികമായിട്ടും. വാക്ക് പാലിക്കുമ്പോൾ ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിൽ പോണ്ടേ? അപ്പോൾ അതിൽ നമുക്ക് സങ്കടവും പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത്. ശരി, അജിം സാഹേബ്, ഇതിനകത്ത് നോക്ക്, KC വേണുഗോപാലിനോട് സമാനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സതീശൻ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് എടുത്താൽ മതി, അല്ലാതെ ഈ UDF അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും കോൺഗ്രസ് ഇവിടെ തന്നെ ഉണ്ടാവും, സതീശൻ എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ഒരു പക്വമായ പ്രതികരണം KCയുടെ ഭാഗത്തുണ്ടായി. സുധാകരൻ പക്ഷേ പറയുന്നത് അങ്ങേയറ്റത്തെ വ്യക്തിവൈരാഗ്യം വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സുധാകരനെ ഒക്കെ വെച്ചിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം കൂടിയില്ലേ? സുധാകരനെ വെച്ചാലല്ലോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമായിരുന്നല്ലോ. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. കാരണം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ, ഇപ്പോൾ നമ്മൾ G. സുധാകരൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ, ഏതാണ്ട് സമാനമായ ഒരു ഫേസിലൂടെ കടന്നു പോണ കോൺഗ്രസ് നേതാവാണ് കെ. സുധാകരൻ. അപ്പോൾ രണ്ട് സുധാകരന്മാരാണ്. സുധാകരൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം ഇപ്പം തന്നെ ആ പറച്ചില്ലറിയാം. ഒന്ന്, ആ ചോദ്യത്തിലൊരു കുനിഷ്ടുണ്ട്. അത് സുധാകരൻ ഇത് പറയാൻ വേണ്ടി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കത് മനസ്സിലാവും. ഒരു കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഇത് ചോദിക്കുന്നത്. ഒന്ന് വനവാസത്തിന് പോകാമല്ലേ? രണ്ട്, സതീശനെ സുധാകരന് ഇഷ്ടമല്ല എന്നുള്ളത് എത്രയോ നാളുകളായിട്ട് മാധ്യമങ്ങൾ. പക്ഷേ ഈ കാര്യത്തിൽ ടു ബി ഫെയർ ടു സുധാകരൻ അങ്ങനല്ല. പുള്ളി അത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒന്ന് നൈസായിട്ട് ശ്രമിച്ചാൽ പറഞ്ഞു വന്നപ്പം അങ്ങനെ ആയിപ്പോയി. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുള്ളൂ. നമുക്ക് പ്രയത്നിക്കാം, പണിയെടുക്കാം, അല്ലെങ്കിൽ 100 സീറ്റ് എന്തായാലും കിട്ടും, അങ്ങനെയൊക്കെയല്ലേ പറയണ്ടേ? അത് പറഞ്ഞില്ല. അങ്ങനെയല്ല. അതായത് ഞാൻ വിചാരിച്ച ചിലപ്പോൾ അത് നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ വിചാരിച്ച ചിലപ്പോൾ കിട്ടാതിരിക്കുക എന്നുള്ളൊരു ദുസ്സൂചനയുടെ അതിലുണ്ട്. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സതീശൻ പറഞ്ഞത് എത്രമാത്രം കോൺഫിഡൻസോടെയാണ്. സതീശൻ പറയണ്ടല്ലോ, നിങ്ങൾ ഞാൻ പറയുന്ന വാക്ക് വെറുതെ വാക്കായിട്ട് എടുക്കല്ലേ എന്നാണ് സതീശൻ പറയാം. ഞാൻ പ്രതിപക്ഷമായതിനു ശേഷം ഇലക്ഷനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് ഭരിച്ചിട്ടുണ്ട്, ഇതും അങ്ങനെ തന്നെ വരും. അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇലക്ഷൻ എഞ്ചിനീയർ എന്ന നിലയിൽ സതീശൻ കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ കണക്കുകളായി ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, അണ്ടർ കറൻസ് വന്നേക്കാം, പ്ലാനൊക്കെ പൊളിഞ്ഞേക്കാം. പക്ഷേ പുതുപ്പള്ളി ലോക്സഭ ഈ പറഞ്ഞ അല്ല നിഷാദേ, ലോക്കൽ ബോഡി അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊളിഞ്ഞേക്കാം, ആ പ്ലാൻ പൊളിഞ്ഞേക്കാം. പക്ഷെ പ്ലാൻ പൊളിഞ്ഞാലും തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും ആ പ്ലാൻ വിജയിക്കാൻ പോകുകയാണെന്നുള്ള കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അത് ജനബന്ധമുള്ളൊരു നേതാവേ ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്ന ഒരാൾക്കേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ. വെറുതെ കനകോല് കൊണ്ടുവരുന്ന ഒരു തിയറി അനുസരിച്ച് പോകുന്ന ആളായിരിക്കില്ലല്ലോ സതീശൻ. അപ്പോൾ അതായത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പൊളിഞ്ഞത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ പ്ലാൻ ഉണ്ടെന്നും അതിൽ തനിക്ക് 100% ആത്മവിശ്വാസം ഉണ്ടെന്ന് സതീശൻ പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത് ഒരു പൊളിറ്റിക്കൽ. ഞാൻ ഈ KC വേണുഗോപാലുമായിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ഞാൻ ചോദിച്ചു, 2021 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും 2026 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെ മനസ്സിൽ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് ഒരുപാട് മാറി എന്ന് വെച്ചാൽ 2021 നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സന്ദർഭത്തിൽ എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് തെളിയുകയും ചെയ്തു. പക്ഷേ 2026 ആകുമ്പോഴേക്ക് ആത്മവിശ്വാസം കൂടിയെന്ന് മാത്രമല്ല, സംഘടനാ തലത്തിലും മാത്രമല്ല, ഒരു രാഷ്ട്രീയമായി കൂടി ഒരു എഡ്ജ് കിട്ടുന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് അതിൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. 10ൽ 10 മാർക്ക് കൊടുക്കുമെന്ന് KC പറയുന്നു. അത്
അതിൽ പരം പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെയാണോ നിങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ റിവാർഡ് കിട്ടിയ അല്ല, പിന്നെ പ്രതിപക്ഷ നേതാവ് 10-ൽ 10 9 എന്ന് പറയുന്നതാണോ വിചാരിച്ചത്? അങ്ങനെയാണോ? അത്ര ശുദ്ധഹൃദയനാണോ താങ്കൾ? 10-ൽ 10 സാറേ, KC വേണുഗോപാൽ ഒരിടത്തും പോകുന്നില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. ഞാൻ ഇവിടെ മാത്രമേ ഇലക്ഷൻ ഉള്ളൂ. ആസാമിലാണ് വലിയ പോരാട്ടം നടന്നത്. അല്ല, അവിടെ ഒന്നുമില്ല. അല്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ പിന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു വിന്നബിലിറ്റിയിലേക്ക് എത്തിച്ചത് അത് തന്നെയാണ്. അത് അതിനകത്ത് അദ്ദേഹത്തിന്റെ പങ്ക് നിഷേധിച്ചുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ കഴിയും. KC ഇതിനെല്ലാം വാല്യൂ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ രമേശിന്റെ മറുപടി പിന്നെ കൊള്ളാം, നല്ലതാ, ഇത്രേ പറഞ്ഞുള്ളൂ. 2 വാക്ക്. എന്നാൽ ജിമ്മിട്ടേക്ക് അതിനകത്ത് സുധാകരന്റെ വിഷമവും സുധാകരന്റെ ഒരു പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഇത് പറയുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ലൈനിലുണ്ട്. സുധാകരൻ പറയും, സുധാകരൻ ഇനിയും പറയും. സുധാകരൻ കൂടുതലൊന്നും പറയരുതേ എന്ന് പ്രാർത്ഥിക്കാനേ കോൺഗ്രസിന് പറ്റുള്ളൂ. അത്രേ അവർ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. ജി സുധാകരന്റെ കാര്യം പറഞ്ഞ പോലെ K സുധാകരനും വാവിട്ട വർത്തമാനം പറഞ്ഞു തുടങ്ങി എന്നുള്ളത് ഇപ്പം നമുക്ക് പുതിയൊരു അനുഭവമല്ല. കഴിഞ്ഞ ഒരു 1-2-3 വർഷക്കാലമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. KPC പ്രസിഡന്റ് പദവിയിൽ തന്നെ അദ്ദേഹത്തിന് ചുമതല നിറവേറ്റാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്ന മട്ട് വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് മാറേണ്ടിയും വന്നത്. സോ സുധാകരൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും പുകച്ചിലുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഒരു ആ നിലയ്ക്കുള്ള ഗൗരവത്തിലേക്ക് മാത്രമായിട്ട് അതിന്റെ ഒരു നില ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് പൊതുവെ തോന്നുന്ന ഒരു കാര്യം.